മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 95-ാമത്തെ ദശകത്തിൽ 4-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. ശ്ലോകം: ത്വദ്ഭക്ത്യാ തുഷ്ടബുദ്ധേ സുഖമിഹ ചരതോ വിച്യുതാശസ്യ ചാശാ സർവാസ്യു സൗഖ്യമയ്യ സലിലകുഹരഗസ്യേവ ത്വയൈകമയ്യ സോയം കല്ലിന്ദ്രലോകം കമലജഭവനം യോഗസിദ്ധീശ്ച ഹൃദ്യാ നാകാംക്ഷത്യേതദാസ്താം സ്വയമനുവദിതേ മോക്ഷസൗഖ്യേപ്യനീഹ. അങ്ങയുടെ ഭക്തി അല്ലാതെ കണ്ട് ആനന്ദം നൽകാനായിട്ട് മറ്റൊന്നുമില്ല എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തി. ത്വദ്ഭക്തി ആനന്ദതുല്യ ഖലു വിഷയജുഷാം. ഇന്ദ്രിയ വിഷയങ്ങളെ അനുഭവിച്ച് ജീവിക്കുന്നവർക്ക്, ലൗകിക ജീവിതം നയിക്കുന്നവർക്ക് അങ്ങയുടെ ഭക്തി അല്ലാതെ കണ്ട് അതിൽ മറ്റൊരു രക്ഷയുമില്ല എന്ന് പറഞ്ഞു. ത്വദ്ഭക്തി ആനന്ദതുല്യ, അതുകൊണ്ടുള്ളതായിട്ടുള്ള ആനന്ദത്തിന് തുല്യമായിട്ട് മറ്റൊന്നില്ല എന്ന് പറഞ്ഞു. ഇനി ആ ഭക്തി ഉണ്ടായാലത്തെ വിശേഷമാണ് ഈ ശ്ലോകത്തിൽ പറയണത്. ത്വദ്ഭക്തിയാ തുഷ്ടബുദ്ധേ, അങ്ങയുടെ ഭക്തി കൊണ്ട് സന്തോഷിച്ചിരിക്കുന്ന ബുദ്ധിയോടുകൂടിയവന്, നല്ലോണം മനസ്സ് സംതൃപ്തമാണ്. ഭഗവാന്റെ ഭക്തി അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും സുഖകരമായിട്ടുള്ളത് അതാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഭട്ടതിരിപ്പാട് തന്നെ ആ ലെവലിലേക്ക് എത്തി, ഏകദേശമൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും ദിവസം 100 ദിവസങ്ങളിലായിട്ടാണ്, ഓരോരോ ദിവസം ഓരോ ശതകമായിട്ടാണ് എഴുതിയിട്ട് തീർത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അത് കഴിയാറായി, 95-ാമത്തെ ദശകമായിരിക്കുന്നുണ്ട്. അപ്പോൾ തൻ്റെ ആ ഭക്തി അങ്ങേയറ്റം എത്തിയിട്ടുണ്ടെന്ന് ഭട്ടതിരിപ്പാടിനെ അറിയാം ശരിക്ക്. അങ്ങനെയുള്ളതായിട്ടുള്ള തനിക്ക് ത്വദ്ഭക്ത്യാ തുഷ്ടബുദ്ധേ, അതുകൊണ്ട് സന്തുഷ്ടനായിട്ടുള്ള ഒരുവന്, തുഷ്ടബുദ്ധേ സന്തുഷ്ടനായിട്ടുള്ളവന്, സുഖമിഹ ചരതഃ, അങ്ങനെ സന്തുഷ്ടനായിട്ട് വളരെ സുഖമായിട്ട് സഞ്ചരിക്കുന്നുണ്ട്. ജീവൻ ഉള്ളത് കൊണ്ട് ജീവൻ നിലനിൽക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് സഞ്ചരിക്കുന്നുണ്ടല്ലോ, ലോകത്തിൽ സഞ്ചരിക്കുന്നുണ്ട്, ലൗകിക കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നുണ്ട്. ഊണ് കഴിക്കുന്നുണ്ടാവും, ഉറങ്ങുന്നുണ്ടാവും, കുളിക്കുന്നുണ്ടാവും, എന്തൊക്കെയാ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ അവൻ്റെ സന്ധാരണത്തിന് വേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ സുഖമായിട്ട് സഞ്ചരിക്കുന്നവന് എങ്കിലും മനസ്സിന് യാതൊരു ആധിയും വ്യാധിയും ഇല്ല. എന്തുകൊണ്ട്? ഭക്തിയാണ്, ഉള്ളിൽ മുഴുവനും ഭക്തിയാണ്. അപ്പോൾ അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, അങ്ങനെ ഉണ്ടായില്ല, ഇങ്ങനെ ഉണ്ടായില്ല എന്നുള്ള വിചാരമൊന്നുമില്ല. എല്ലാം വളരെ സന്തോഷിച്ച് നിൽക്കണം. അങ്ങനെയുള്ളൊരുവന് കഥമിക സുഖമിക ചരതഃ, അങ്ങനെ സുഖമായിട്ട് ചരിക്കുന്നവന് വിച്യുതാശസ്യ ചാശാഹ, വിച്യുതമായിട്ടുള്ള ആശകൾ, ഒരു മോഹമില്ല. ജീവിക്കുന്നുണ്ട്, അങ്ങനെ ജീവിതം നടന്നു പോകുന്നുണ്ട് എന്നല്ലാതെ കണ്ട് ഇന്നത് വേണം എന്നുള്ളതായിട്ടുള്ള മോഹങ്ങളൊന്നും ഇല്ല. വിച്യുതമായിട്ടുള്ള ആശകൾ, ആഗ്രഹങ്ങളോട് കൂടിയവന് യാതൊരു ആഗ്രഹവും ഇല്ലാതായിട്ടുണ്ട്. അങ്ങയുടെ ഭക്തി ഒന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ആ ഭക്തിയിൽ മുഴുകിയിട്ടുള്ളവന് ആഗ്രഹങ്ങളൊന്നും ഇല്ലാണ്ടേ, അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും ഇല്ലാതെ ചരിക്കുന്നവന് ആശാഹ സർവാഹ, എല്ലാ ആശകളും എല്ലാ ദിക്കുകളും സ്യുഹു സൗഖ്യമയ്യ, എവിടെ ചെന്നാലും സുഖം തന്നെ തോന്നുള്ളൂ എന്നാണ്. എവിടേക്ക് തിരിഞ്ഞു നോക്കിയാലും അവന് സുഖമല്ലാതെ കണ്ട് ദുഃഖമെന്നില്ല. എന്താ വെച്ചാൽ ആഗ്രഹം ഉണ്ടെങ്കിലല്ലേ ദുഃഖം ഉണ്ടാവാൻ വഴിയുള്ളൂ. ആഗ്രഹം ഉണ്ടാവുക, അത് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ദുഃഖം ഉണ്ടാവും. പക്ഷെ ആഗ്രഹങ്ങളെ ഇല്ലാത്ത ആൾക്ക് ദുഃഖം എന്നുള്ളതുണ്ടോ? ഇല്ല. ആഗ്രഹങ്ങളും ഉണ്ടായിട്ട് സാധിക്കാണ്ട് വരുമ്പോഴാണ് ദുഃഖം വരിക. ആഗ്രഹങ്ങളും ഇല്ല, അത് സാധിക്കായേ ഇല്ല. ആഗ്രഹങ്ങൾ ഉണ്ടായാലല്ലേ സാധിക്കാണ്ട് വരുള്ളൂ, അതില്ല. അപ്പം അങ്ങനെ സർവാഹ ആശാഹ, എല്ലാ ആശകളും, ആശകളെന്ന് വെച്ചാൽ അവിടെ ദിക്കുകൾ, സർവ ദിക്കുകളും സുഖമയ്യ, സുഖം മാത്രമായിട്ടുള്ളതാണ്, സുഖമയങ്ങളാണ്. സുഖമല്ലാതെ കണ്ട് വേറെ ഒന്നുമില്ല. എവിടെ നോക്കിയാലും എവിടേക്ക് ചെന്നാലും അയാൾക്ക് അങ്ങനെയുള്ളതായിട്ടുള്ള ഒരുവന് ഭക്തന്
സുഖം മാത്രമേ ഉള്ളൂ, ദുഃഖം എന്നുള്ളതില്ല എന്ന് പറയാണ്. ത്വൽഭക്തിയാ തുഷ്ടബുദ്ധേ, അങ്ങയുടെ ഭക്തി കൊണ്ട് തുഷ്ടമായ സന്തുഷ്ടമായ മനസ്സോടുകൂടി സുഖമായിട്ട് ചരിക്കുന്നവന് സർവാഹ ദിശഃ, എല്ലാ ദിക്കുകളും, സർവാഹ ആശാഹ സൗഖ്യമയ്യഃ സുഹു സൗഖ്യമയ്യഃ സ്യുഹു, സൗഖ്യമയങ്ങളായിട്ട് തീരും, സുഖമയങ്ങളായിട്ട് തീരും എന്നാണ്. ഇതുപോലെയാണ് സലില കുഹരഗസ്യ ഇവ തോയൈകമയ്യഃ. വെള്ളത്തില്, കിണറ്റില് ഒരു തവള കിടക്കുന്നുണ്ട്. അതിന് ആ കിണറിലെ വെള്ളം അല്ലാണ്ട് വേറെ ഒരു ലോകമില്ല അല്ലേ. ആ വെള്ളത്തിൽ ആണ് കിടക്കുന്നത്, വെള്ളത്തിലാണ് ജീവിക്കുന്നത്. മത്സ്യങ്ങളായാലും തവളകളായാലും അങ്ങനെ ആ വെള്ളത്തിൽ ജീവിക്കുന്ന ആൾക്ക് ജലം അല്ലാതെ കണ്ട മറ്റൊന്നില്ല. അതുപോലെയാണ് ഭഗവത് ഭക്തിയിൽ ജീവിക്കുന്നവന്, ഭഗവത് ഭക്തി കൊണ്ട് മനസ്സ് നിറഞ്ഞ് ആ ഭക്തിയോടുകൂടി മാത്രം ലോകത്തിൽ ചരിക്കുന്ന ഒരുവന് ആ ഭക്തി എന്നുള്ളതല്ലാതെ കണ്ട് വേറെ ഒന്നുമില്ല. അപ്പം വേറെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ദുഃഖങ്ങളൊന്നുമില്ല എന്നുള്ളതാണ്. അവിടെ സൗഖ്യം മാത്രമേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ ആ ഭഗവത് ഭക്തിയാവുന്ന സുഖത്തിൽ ആണ് അയാൾ ജീവിക്കണത്. അപ്പോൾ അവിടെ ആ സുഖത്തിൽ ജീവിക്കുന്നത് കൊണ്ട് അവിടെ ഭഗവത് ഭക്തി മാത്രമേ ഉള്ളൂ എന്നാണ്. സർവാസ്യു സൗഖ്യമയ്യഃ സലിലകുഹരഗസ്യ ഇവ തോയ, സലിലകുഹരത്തിൽ ഗമിച്ചവന്, അതായത് സലിലത്തിൻ്റെ കുഹരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജലാശയങ്ങൾ, വെള്ളം മാത്രമുള്ളതായിട്ടുള്ള വലിയ വലിയ കുളങ്ങൾ അല്ലെങ്കിൽ കിണറുകൾ, തടാകങ്ങളൊക്കെ ആവാം. അതിൽ ജീവിക്കുന്നവന് അപ്പോൾ അതിൽ ജീവിക്കുന്നതായിട്ടുള്ള മത്സ്യം, തവള തുടങ്ങിയവയ്ക്ക് സർവാസ്യു സൗഖ്യമയ്യ, എല്ലാ ദിക്കുകളും തോയൈകമയായിട്ടാണ്, വെള്ളം തന്നെയുള്ളൂ ഈ പ്രപഞ്ചത്തിലെ എന്ന് തോന്നും വെള്ളത്തിൽ തന്നെ ജീവിക്കുന്നവർക്ക് എന്നാണ്. സ്വയം ഖല്ലു ഇന്ദ്രലോകം. അതുകൊണ്ട് എനിക്കും, അതായത് ഭഗവത് ഭക്തനായിട്ടുള്ള എൻ്റെയും അവസ്ഥ അത് തന്നെയായിരിക്കും ആയിരിക്കണം എന്നുള്ള മോഹമാണ്. എന്തൊക്കെയാണ് പറയണത്? ഇന്ദ്രലോക, ഇന്ദ്രൻ്റെ ലോകം. ഇന്ദ്രലോകം വലിയ കേമാണ്. സ്വർഗം എന്ന് പറയുമ്പോൾ സ്വർഗമാണല്ലോ ഇന്ദ്രൻ്റെ ലോകം. അത് വലിയ കേമാണ്, സർവ്വസുഖങ്ങളും ഉള്ളതാണ് ഇന്ദ്രലോകം എന്നാണ് പറയണത്. പാട്ടും കൂത്തും അങ്ങനെയായിട്ട് ഇന്നതൊന്നുമില്ല. അവിടെ എല്ലാം സുഖമയമായിട്ടുള്ളതാണ് ഇന്ദ്രലോകത്തിലെന്നാണ് സങ്കല്പം. ഇനി സ്വയം ഖലു ഇന്ദ്രലോക കമലജഭവനം. ഇനി അതിലേറെ കേമാണ് സത്യലോകം, ബ്രഹ്മാവിൻ്റെ ലോകം ആയിട്ടുള്ളതായ സത്യലോകം ഈ ഇന്ദ്രലോകത്തേക്കാൾ കേമാണെന്നാണ് പറയണത്. ഇന്ദ്രലോക, ഈ സത്യലോകം ഭവനം. കമലജൻ എന്ന് പറഞ്ഞാൽ കമലത്തിൽ നിന്നുണ്ടായവൻ, താമരയിൽ നിന്ന് ഉണ്ടായവൻ ബ്രഹ്മാവ്. ആ ബ്രഹ്മാവിൻ്റെ ലോകം സത്യലോകം. മറ്റത് ഇന്ദ്രലോകം സ്വർഗം, കമലജഭവനം സത്യലോകം, ബ്രഹ്മാവിൻ്റെ ലോകം സത്യലോകം. ഇനി യോഗസിദ്ധികൾ, യോഗാഭ്യാസം കൊണ്ട് പല ഗുണങ്ങളും കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. ഏറ്റവും ചെറുതായിട്ട് വലിപ്പം, അവരവരുടെ വലിപ്പം തന്നെ വളരെ കുറയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ വളരെ വലിയതാവാൻ, മഹത്വം, ലഘുത്വം, ഗരിമ, ലഘുത്വം വെച്ചാൽ പഞ്ഞി പോലെയുള്ളതായിട്ടുള്ള രൂപം ധരിക്കാൻ സാധിക്കുക. അതുമാതിരി നല്ലോണം ഘനമുള്ളതായിട്ടുള്ള രൂപം സിദ്ധിക്കാൻ സാധിക്കുക തുടങ്ങിയതായിട്ടുള്ള പരകായ പ്രവേശം, അങ്ങനെയുള്ളതൊക്കെ സാധിക്കും എന്നാണ് പറയുന്നത് യോഗാഭ്യാസം കൊണ്ട്. അപ്പം അങ്ങനെ യോഗാഭ്യാസം കൊണ്ടുള്ളതായിട്ടുള്ള ആ സിദ്ധികൾ പലതുമുണ്ട്. അതൊക്കെ ഹൃദ്യാഹ, എല്ലതും കേട്ടാൽ വളരെ സുഖം തന്നെയാണ് അതൊക്കെ. പക്ഷെ എനിക്കതൊന്നും വേണ്ട എന്ന് പറയുകയാണ്. ഈ ഇന്ദ്രലോകവും വേണ്ട, സത്യലോകവും വേണ്ട, ഹൃദ്യങ്ങളായിട്ടുള്ള യോഗം കൊണ്ട് സിദ്ധിക്കാവുന്നതായിട്ടുള്ള സിദ്ധികൾ അതൊന്നും വേണ്ട. യോഗസിദ്ധീശ്ച ഹൃദ്യാഹ, അതൊക്കെ സുഖകരമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടാവുന്നതാണ്, ഹൃദ്യങ്ങളാണ്, വളരെ നല്ലതാണ്, ഇഷ്ടപ്പെടാവുന്നതാണ് അല്ലേ. പരകായ പ്രവേശമൊക്കെ ആവാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവരവർക്ക് ഇഷ്ടം പോലെ എവിടെ വേണമെങ്കിൽ സഞ്ചരിക്കാം, ആരെയും കാണാതെ കണ്ട് സഞ്ചരിക്കാം എന്നൊക്കെ വെച്ചാൽ അതൊക്കെ ഒരു അനുഭവത്തിന് സുഖകരമായിട്ട് തോന്നിയേക്കാം. പക്ഷെ എന്നാലും എനിക്കതൊന്നും വേണ്ട പറയുകയാണ്. ഹൃദ്യാഹ ആകാംക്ഷതി, ഇങ്ങനെയുള്ള ആള്, അതായത് ഈ ഭഗവത് ഭക്തി മാത്രമായിട്ട് സഞ്ചരിക്കണ ഒരുവൻ ഇതിനെ ഒന്നും കാക്ഷിക്കണില്ല. ഈ ഇന്ദ്രലോകവും വേണ്ട, ബ്രഹ്മലോകവും സത്യലോകവും വേണ്ട,
യോഗസിദ്ധികളും വേണ്ട, ഒന്നും. അങ്ങനെ ഭഗവത് ഭക്തി അങ്ങേയറ്റം എത്തിയിട്ട് പരിപൂർണമായിട്ട് ഭഗവത് ഭക്തിയോടുകൂടി മറ്റൊന്നും ആഗ്രഹിക്കാത്ത ഒരുവന് ഈ ലോകങ്ങളൊന്നും താല്പര്യമില്ല, അതിലൊന്നിലും താല്പര്യമില്ല എന്നാണ്. നാകാംക്ഷതി ഏതത്, ഇതൊന്നും വേണ്ട, ഇതൊന്നും ആഗ്രഹിക്കണില്ല അവൻ. ആസ്താം, അതൊക്കെ പോട്ടെ, ഇതൊക്കെ നിസ്സാരങ്ങളായിട്ടുള്ള കാര്യങ്ങൾ. ഇനി വലിയൊരു കാര്യമുണ്ട്. എന്താണത്? മോക്ഷസൗഖ്യേ അപി, മോക്ഷം എന്നുള്ളതായിട്ടുള്ളൊരു സൗഖ്യം ഉണ്ടല്ലോ, അതും കൂടി ആഗ്രഹിക്കണില്ല എന്ന് പറയാണ്. ആ മോക്ഷം എന്നുള്ളത് തന്നെത്താൻ ഉണ്ടാവുക എന്നുള്ളതല്ലാതെ കണ്ട് ഭഗവത് ഭക്തന് ആ മോക്ഷം വേണമെന്നും കൂടി വിചാരിക്കണില്ല. എന്താ വെച്ചാൽ ആ ഭഗവത് ഭക്തന് മോക്ഷം കിട്ടിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഭഗവന്മയമായി കഴിഞ്ഞു എന്ന് വെച്ചാൽ പിന്നെ മോക്ഷം വേണോ? ഭഗവന്മയായി കഴിഞ്ഞു വെച്ചാൽ ഭഗവാനോട് ഐക്യം പ്രാപിച്ചു, മാനസികമായിട്ട് ബൗദ്ധികമായിട്ട് ഭഗവാനോട് ഐക്യം പ്രാപിച്ചു കഴിഞ്ഞ ഒരുവന് പിന്നെ മോക്ഷം വേണമെന്നുള്ള മോഹമില്ല. മോക്ഷസൗഖ്യേ അപി അനീഹ, അതിനും താല്പര്യമില്ല എന്ന് പറയാണ്. ആ ഭക്തിയുടെ പരമാവസ്ഥയിൽ ഇങ്ങനെയായിരിക്കും. ഇന്ദ്രലോകവും വേണ്ട, ചന്ദ്രലോകവും വേണ്ട, ബ്രഹ്മലോകവും വേണ്ട, യോഗസിദ്ധികളും വേണ്ട, ഒന്നും വേണ്ട. ആ ഭഗവത് ഭക്തി മാത്രമേ വേണ്ടൂ. അതുണ്ടേനി ആ ഭഗവത് ഭക്തനായി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞതൊക്കെ നിസ്സാരങ്ങളാണ്. മോക്ഷം കൂടി വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതിനെ പറ്റിയിട്ട് പറയാനുണ്ടോ എന്നുള്ളതാണ്. എന്തിനാ അധികം പറയണത്? മോക്ഷത്തിന് കൂടി അനീഹനാണ്, ആഗ്രഹം ഇല്ലാത്തവനാണ്. ആ ഭഗവത് ഭക്തനായി കഴിഞ്ഞാൽ, അങ്ങേയറ്റം ഉള്ളതായിട്ടുള്ള ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ മോക്ഷത്തിനും കൂടി, മോക്ഷം വേണമെന്നും കൂടിയും പിന്നെ ആഗ്രഹമില്ല എന്നാണ്. എന്താ വെച്ചാൽ മോക്ഷാവസ്ഥയിൽ തന്നെ ആയി കഴിഞ്ഞു ആ ഭക്തൻ. അതുകൊണ്ട് പിന്നെ മോക്ഷത്തിനെ കൂടി ആഗ്രഹിക്കുന്നില്ല എന്നാണ്. ത്വദ്ഭക്ത്യാ തുഷ്ടബുദ്ധേ സുഖമിഹ ചരതോ വിച്യുതാശസ്യ ചാശാ സർവാസ്യു സൗഖ്യമയ്യ സലിലകുഹരഗസ്യേവ തോയൈകമയ്യ സോയം ഖല്ലിന്ദ്രലോകം കമലജഭവനം യോഗസിദ്ധീശ്ച ഹൃദ്യാഃ നാകാംക്ഷത്യേതദ് ആസ്താം സ്വയമനുപതിതേ മോക്ഷസൗഖ്യേപ്യനീഹഃ. സ്വയം അനുപതിതേ എന്നാണ് പറയണത്. ആ തന്നെത്താൻ വരികയാണെന്നുണ്ടെങ്കിലും കൂടി വേണമെന്നില്ല. എന്താ വെച്ചാൽ അങ്ങനെ വേറെ ഒന്ന് മോക്ഷം എന്നുള്ളത്, മോക്ഷസൗഖ്യം തന്നെത്താൻ അങ്ങോട്ട് വന്ന് ചേരുകയാണെങ്കിൽ അതും കൂടിയും വേണമെന്നില്ല. എന്താ വെച്ചാൽ അവിടെ എത്തിക്കഴിഞ്ഞിരിക്കണു, പിന്നെ അതിൽ മോഹം ഉണ്ടാവുമോ എന്നില്ല എന്നുള്ളതാണ്. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. നിൻ ഭക്തർ തുഷ്ടരെങ്ങും സുഖമുടവിലസം, വേറെ ആശാവിഹീനർ കാണുന്നു സൗഖ്യമെങ്ങും. ജലശൈ സകലം വെള്ളമായി കണ്ടിടുമ്പോൾ ഇക്കൂട്ടർക്കിച്ഛയില്ല, വിധിസുരഭവനെ യോഗസിദ്ധിയിലുമൊട്ടും എന്നല്ല. തന്നെയെത്തും സുഖമതു തരുമാ മോക്ഷവും മോഹമില്ല. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.